ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെ പറ്റി പ്രതിപാദിക്കുന്ന നീൽദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ദീനബന്ധു മിത്ര. മറ്റുള്ള ഓപ്ഷനിൽ പറഞ്ഞവരൊക്കെ നാടകമായിട്ട് ഫേമസ്, നാടകം രചിച്ച ആൾക്കാരൊന്നുമല്ല അല്ലേ. രവീന്ദ്രനാഥ ടാഗോറാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ രചയിതാവാണ്. അതുപോലെ തന്നെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ കൃതി ഉണ്ടായിരുന്നു, ഒരു രചന, അതാണ് ഗീതാഞ്ജലി അല്ലേ. 1910 അങ്ങനെ ഒരു കൃതി അദ്ദേഹം രചിച്ചത് എങ്കിൽ അതിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷം? 1913 അല്ലേ. അതുപോലെ തന്നെ പ്രേംചന്ദ് ആണെങ്കിലും നമ്മൾ പഠിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അതായത് പ്രേംചന്ദ് ഒരു ഹിന്ദി പോയറ്റാണ്. പിന്നെ സേവാ സദൻ, അതുപോലെ തന്നെ രംഗഭൂമി, ഇങ്ങനെയുള്ള ഈ പോയമൊക്കെ രചിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. ഹിന്ദി പോയറ്റാണെന്നും കൂടെ ഓർമ്മിക്കുക. ആരാണ്? പ്രേംചന്ദാണ് കേട്ടോ. പിന്നെ സുബ്രഹ്മണ്യ ഭാരതി ആണെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള തമിഴ് പോയറ്റാണ്. സുബ്രഹ്മണ്യ ഭാരതിക്ക് ഒരുപാട് രചന ഉണ്ടായിരുന്നു. അതിൽ ഫേമസ് പാഞ്ചാലി ശബദം, കണ്ണമ്പാട്ട്, കുയിൽപ്പാട്ട്, പിന്നെ ഓടി വിളയാട് പാപ്പ, ഇതൊക്കെ സുബ്രഹ്മണ്യ ഭാരതീൻ്റെതാണ്. ഓർമ്മിക്കേണ്ടതാണ് കേട്ടോ. ഓപ്ഷനിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ ആൻസർ മാത്രം അങ്ങ് നോക്കിപ്പോയരുത് കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷനിലുള്ള മറ്റുള്ള ഓപ്ഷനും കൂടെ ഒന്ന് നോക്കിയാൽ നമുക്ക് പിന്നെ ഇനി വരാൻ പോകുന്ന എക്സാമിന് അത് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ചോദിക്കാറുണ്ട്. 1919 ഏപ്രിൽ 13 കേട്ടോ. 1919 ഏപ്രിൽ 13 ഓർക്കുക കേട്ടോ. അതുപോലെ ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ടല്ലേ ഓപ്ഷനിൽ, ഒരുപാട് തവണ ചോദിക്കുന്നതാണ്, ഇപ്പോഴും ചോദിക്കാറുണ്ട്. 1917 ഗാന്ധിജീൻ്റെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു അല്ലേ ചമ്പാരൻ സത്യാഗ്രഹം. പിന്നെ ചൗരി ചൗര സംഭവം നടന്ന വർഷം ഓർമ്മിക്കുക കേട്ടോ. 1922 എന്ന് ഓർമ്മിക്കുക. പിന്നെ ഉപ്പ് സത്യാഗ്രഹം ഒരുപാട് തവണ PSC ചോദിക്കാറുള്ളതാണ് അല്ലേ. എല്ലാവർക്കും വർഷം അറിയായിരിക്കും, 1930. അപ്പോൾ എല്ലാം ഒന്നും കൂടെ വർഷം ഓർമ്മിക്കുക. ജാലിയൻ വാലാബാഗ് 1919, ചമ്പാരൻ സത്യാഗ്രഹം 1917, ചൗരി ചൗര സംഭവം 1922, ഉപ്പ് സത്യാഗ്രഹം 1930. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2012 നവംബർ 1. 2012 നവംബർ 1 സേവനാവകാശ നിയമം നിലവിൽ വന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 1907 സെപ്റ്റംബർ 27 ലയൽപൂർ ജില്ലയിലെ ബങ്ക, അത് ഇപ്പോൾ എന്താണ്? പാകിസ്ഥാനിലാണ് കേട്ടോ. ലയൽപൂർ ജില്ലയിലെ ബങ്ക എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആരാണ്? ഭഗത് സിംഗ് ആണ് കേട്ടോ. ഭഗത് സിംഗ് ഏത് വർഷമാണ് ജനിച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചേക്ക് കേട്ടോ. 1907 ജനിച്ചത് കേട്ടോ. അതുപോലെ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഭഗത് സിംഗ്. പിന്നെ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയിട്ടുള്ള വ്യക്തിയാണ് ആര്? ഭഗത് സിംഗ്. ആരാണ്? ഭഗത് സിംഗ് ആണ് ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയത്. ഇതും കൂടെ ഓർമ്മിച്ചിരിക്കുക കേട്ടോ. പിന്നെ ഭഗത് സിംഗ് അംഗമായിരുന്ന ഒരു സംഘടനയുണ്ട് കേട്ടോ, അതും ചോദിക്കാറുണ്ട് PSC. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ കേട്ടോ. ഓർത്തിരിക്കുക, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത് ചന്ദ്രശേഖർ ആസാദാണ് അല്ലേ. ചന്ദ്രശേഖർ ആസാദ് ആരായിരുന്നു? കാക്കേരി സംഭവത്തിൽ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെട്ട വിപ്ലവകാരിയായിരുന്നു. ആരെന്ന് പറയുന്നത്? ചന്ദ്രശേഖർ ആസാദ്. അപ്പോൾ എന്തായിരുന്നു കാക്കേരി സംഭവം? അതറിയണ്ടേ നമ്മൾ അല്ലേ. സർക്കാർ ഖജനാവിലേക്ക് ട്രെയിനിൽ കൊണ്ടുപോകുന്ന പണം കൊള്ളയടിക്കാൻ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നടത്തിയ ശ്രമമാണ് കാക്കേരി ട്രെയിൻ കൊള്ള അല്ലെങ്കിൽ കാക്കേരി സംഭവം എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ കാക്കേരി സംഭവത്തിൽ ബ്രിട്ടീഷുകാർക്ക് പിടികൂടാതെ രക്ഷപ്പെട്ട വിപ്ലവകാരി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ചന്ദ്രശേഖർ ആസാദ്. അതുപോലെ തന്നെ ഭഗത് സിംഗിനെ ഒരുമിച്ച് തന്നെ തൂക്കിലേറ്റിയ 2 പേരാണ് സുഖ്ദേവും രാജ്ഗുരു. 2 ഓപ്ഷനിൽ കാണുന്നില്ലേ, സുഖ്ദേവ്, രാജഗുരു. ഈ 2 വിപ്ലവകാരികളും ഭഗത് സിംഗിൻ്റെ ഒരുമിച്ചിട്ട് തന്നെയാണ് തൂക്കിലേറ്റിയത്. ഏത് വർഷമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1931 മാർച്ച് 23 എന്നും കൂടെ ഓർമ്മിക്കുക കേട്ടോ. ലാഹോറിലായിരുന്നു തൂക്കിലേറ്റിയത് കേട്ടോ. ലാഹോറിലാണ് ജയിൽ. ആ ജയിലിൽ വെച്ചിട്ടാണ്, ലാഹോറിലുള്ള ജയിലിൽ വെച്ചിട്ടാണ് 3 പേരെയും തൂക്കിലേറ്റത് എന്നുകൂടെ ഓർത്തിരിക്കുക. സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 പ്രത്യേകത? ഓപ്ഷൻ എ ആണ് ആൻസർ, സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസമാണ് ജൂൺ 21. സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 പ്രത്യേകത എന്താണ്? സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസമാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് രാകേഷ് ശർമ്മ ആദ്യമായിട്ട് ശൂന്യാകാശ യാത്ര നടത്തിയത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ.
ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, CV രാമൻ. CV രാമൻ്റെ ജന്മദിനമാണ് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.